മരുന്നൊക്കെ കഴിച്ചു. എന്തിനാ നീ ആ പുറകെ പോയിരുന്ന? മുമ്പിൽ കേറിയാ പോരായിരുന്ന? പുറകിലല്ലേ സീറ്റ് കിട്ടിയത്, സീറ്റ് ഉള്ളിടത്തല്ലേ ഇരിക്കാൻ പറ്റൂ. ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ പോണോന്ന്. നേരത്തെ പോവാൻ, ഇവിടുന്ന് നേരത്തെ പോവാൻ പറ്റണ്ടേ? ഇവിടുത്തെ ജോലിയൊക്കെ ചെയ്തിട്ടല്ലേ ഇറങ്ങാൻ പറ്റൂ. ജോസൂട്ടി ചിലപ്പോ പേടിച്ച് ബേജാറായിട്ടുണ്ടാവും. ആകെ പേടിച്ചിട്ടുണ്ടാവും. കായ് കുറച്ച് പോയിണ്ടാവും കേട്ടോ. ആശുപത്രി ചെലവ് നല്ലോണം വന്നിണ്ടാവും. എന്തൊക്കെ ഹലാക്കാണ്. കൈക്ക് ഇപ്പൊ വേദന ഉണ്ടാ? ഉണ്ട്. ജോസൂട്ടിയേ, കൊഴപ്പൊന്നുമില്ല. പതുക്കൊന്ന് തല പോയി ഇടിച്ചട്ടെ, ചെറിയ പൊട്ടല്. വേറെ ശരീരത്തിന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. കൈക്ക് ചെറിയൊരു പ്രശ്നമുള്ളൂ, നീരായിട്ട്. ഇല്ല, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. സ്കാൻ ചെയ്ത് എക്സ്റേ എടുത്ത് എല്ലാം നോക്കി, വേറെ കുഴപ്പമൊന്നുമില്ല. ഈ ഒരു പൊട്ടലും ഈ നീരും മാത്രമേ നോക്കുള്ളൂ. ഛർദിക്ക് എന്തെങ്കിലും ചെയ്താ? ഇല്ല, ഛർദിച്ചൊന്നുമല്ല. ഒന്നും പറയണ്ട എന്റെ റസിയ. ആ കല്ലുകടയിൽ വെച്ചിട്ടായിരുന്നു സംഭവം. ഈ അപകടം ഉണ്ടാവണതിന് തൊട്ട് മുന്നത്തെ സ്റ്റോപ്പിൽ ഒരാൾ ഇറങ്ങിപ്പോയി, സീറ്റിലിരുന്ന ഒരാള്. അത്രയും നേരം നിന്ന് കാല് കഴിച്ച് നിൽക്കുന്നതായിട്ട് ഞാൻ ആ സീറ്റിൽ പോയി ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആൾക്കാരുടെ ബഹളവും വിളിയും പിന്നെ എന്തോ പൊട്ടിത്തെറിക്കണ സൗണ്ടും, ഈ ബസ് നേരെ ചെന്ന് ഒരു മരത്തിലിടിക്കലും എന്റെ ഈ തല പോയി ഫ്രണ്ടിലെ കമ്പിലിടിക്കലും ഒരുമിച്ചായിരുന്നു. ബസ് മരത്തിലിടിച്ചു തന്നെ പറഞ്ഞിട്ട്. പിന്നെ എനിക്ക് ഒന്നും ഓർമ്മയില്ല. ഓർമ്മ വന്ന് നോക്കുമ്പോഴുണ്ട് എന്റെ ഈ നെറ്റി ബലൂൺ പോലെ ഇങ്ങനെ മുഴച്ചിരിക്കുവായിരുന്നു. അതങ്ങനെയാകൂ, നെറ്റി ഇടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ മുഴ പോലെ ആവും. അല്ല, വാസുട്ടിയുടെ കുടിച്ചിട്ട് വന്ന് വീഴുമ്പോ എപ്പോഴും ഇങ്ങനെ മുഴച്ചു വരാറുണ്ട്. അതെ ജോസുട്ടിയെ, പരികുട്ടി ഇപ്പൊ ആ ബസ്സിന് പോണ്ടായിരുന്നു, അമ്പളി ബസ്സിന്. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ്. എന്നെ പടച്ചോൻ കാത്ത് ഞാൻ ഒരു ഇത്തിരി നേരം വൈകി കാരണം അതിന് കയറിയില്ല. അതുകൊണ്ടൊന്നുമല്ല, പറഞ്ഞിട്ടില്ലേ അംസക്ക ഉണ്ട്. ഞങ്ങളുടെ കുടുംബത്തിനോട് ഒരു പ്രത്യേക സ്നേഹമാണ് മൂപ്പർക്ക്. അപ്പൊ മൂപ്പർ എന്താ വെച്ചാൽ ഇങ്ങനെ പ്രവചിക്കൂ, മുൻകൂട്ടി കാര്യങ്ങൾ കണ്ടിട്ടേ. അങ്ങനെ മൂപ്പരോട് വന്ന് പറഞ്ഞു, പരിക്കുട്ടി ഈ ആ അമ്പളി ബസ്സിൽ പോകണ്ട, അടുത്ത ബസ്സിൽ പോയാൽ മതി. അതുകൊണ്ടല്ലേ അങ്ങനെ പോയത്. എന്തുകൊണ്ടായാലും അതിൽ പെടാതിരുന്നല്ലോ. സാധാരണ ഇവിടെ 9 മണിക്കാ പോണത്. അന്ന് വൈകിട്ട് ഓടി പോയിട്ട് കേറിയാണ് ഈ ബസ്സിൽ. പിന്നെ ഇനി നാളെ പോയി രണ്ടാമത് അഡ്മിറ്റ് ചെയ്യണം. അത് ഈ പരിക്ക് വെച്ച് അവിടെ അഡ്മിറ്റ് ആയ ആളുകൾക്ക് 1 ലക്ഷം രൂപ വെച്ച് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. 1 ലക്ഷം ആണോ? അത് സർക്കാർ കൊടുക്കണം അടിയന്തരമായിട്ട്. ഗുരുതര പരിക്ക് പറ്റിയവർക്ക് അതിൽ 2 ലക്ഷം രൂപ വെച്ച്. ചെറുതായിട്ടൊന്ന് പോറിന് 1 ലക്ഷം റുപ്യ. അവിടെ അഡ്മിറ്റ് ആയി 27 പേർക്കും കിട്ടും. കളക്ടർ ഇടപെട്ട് ബാങ്ക് അക്കൗണ്ടും ഡീറ്റെയിൽസ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. എന്റെ പരിക്ക് കയ്യിൽ 10 രൂപയില്ലാതെ തെണ്ടിയിരിക്കുകയായിരുന്നു. അപ്പോഴേക്ക് ഇവിടെ ഓടി ആ ബസ്സിൽ കയറി തലയിട്ടൊന്ന് കുത്തിയിട്ട് 1 രൂപ മേടിച്ചത്. ഇതാണ് ഭാഗ്യം എന്ന് പറഞ്ഞാല്. നമുക്ക് 1 അല്ല 2 ലക്ഷം കിട്ടേണ്ടതായിരുന്നു. അപ്പോഴേക്കല്ലേ ആ അമുക്ക് വന്ന് കേറിയത്. ആ അംസക്ക അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ്. നമ്മുടെ കുടുംബത്തിന് ഒരു മേൽഗതി വന്നത് കണ്ടുകൂടാ. അസൂയ കുരുത്തം കെട്ടത് 2 ലക്ഷം റുപ്യാണ് കളഞ്ഞത്.